The HPT-32 Deepak lamp in Sanskrit is an Indian propeller-driven primary training aircraft. It was manufactured by Hindustan Aeronautics Limited. The student and the instructor sit side by side. Aircraft can accommodate one passenger. The length of the aircraft is 7.7 mm. Wingspan is 9.5 mm and height it can achieve a maximum speed of 280 km per hour. With its capacity, the aircraft has a range of 1400 km. The aircraft was manufactured in 1977 and was decommissioned from service in 2009. The aircraft was the backbone of the ab initio training of the Indian Air Force. It was used for the first stage flying training the three services of the Indian Armed Forces. ഇത് സംഭവം നമ്മളെ വേളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെയുള്ള യഥാർത്ഥ പ്രൊപ്പല്ലറാണ് കേട്ടോ. അതിൻ്റെ മലയാളം ഇവിടെ പറയാം HPT-32 ദീപക്. സംസ്കൃതത്തിൽ വിളക്ക് എന്ന് അർത്ഥം. ഒരു ഇന്ത്യൻ നിർമ്മിത പ്രൊപ്പല്ലർ ഡ്രിവൺ പ്രാഥമിക പരിശീലന വിമാനമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് HPT-32 നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. പൈലറ്റ് ഉൾപ്പെടെ 2 യാത്രികരെ HPT-32 ഉൾക്കൊള്ളാൻ സാധിക്കും. പരിശീലകനും പൈലറ്റും അടുത്തടുത്തിരുന്നാണ് പരിശീലന പറക്കൽ നടത്തുന്നത്. 27.7 മീറ്റർ നീളവും 9.5 മീറ്റർ വീതിയുമുള്ള ഉയരവുമുള്ള HPT-32 പരമാവധി വേഗത മണിക്കൂറിൽ 280 കിലോമീറ്ററാണ്. 1400 കിലോമീറ്റർ വരെ സഞ്ചരിക്കുവാനുള്ള ഇന്ധനം ഉൾക്കൊള്ളാൻ സാധിക്കും. 1977 നിർമ്മിതമായ ഈ വിമാനം 2009 സർവീസിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്തു. ഇന്ത്യൻ വ്യോമസേന പരിശീലന വിഭാഗത്തിൻ്റെ നട്ടെല്ലായ വിമാനം ഇന്ത്യൻ സായുധ സേനയുടെ 3 വിഭാഗങ്ങളുടെയും പ്രാഥമിക വൈമാനിക പരിശീലനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് സംഗതി ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനലാണ്. ഇന്ത്യൻ നാവികസേന ഉപയോഗിച്ച ഒറിജിനൽ ഫ്ലൈറ്റ്. ഇതിങ്ങനെ വിനോദസഞ്ചാരികൾക്കും കാഴ്ചക്കാർക്കുമായി സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചുവേളിയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിനോദ കേന്ദ്രമായ കൊച്ചുവേളിയിലാണ് ഇതിങ്ങനെ സ്ഥാപിച്ചിട്ടുള്ളത്. കാഴ്ച എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ടുണ്ടല്ലോ, അടിപൊളിയല്ലേ? ഈവനിങ് ആയപ്പോൾ സൺഷെയ്ഡ് അപ്പോൾ കാഴ്ചയോടെ അവസാനിപ്പിക്കാം. മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.